ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു മത്തി വറുത്തത് ഉണ്ടാക്കിയാലോ. ഞാൻ യൂഷ്വലി ഇവിടുന്ന് ഫിഷ് വാങ്ങുമ്പോൾ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇൻ കേസ് ഫ്രൈ ചെയ്യാനുള്ള ഫിഷാണെങ്കിൽ അവരുടെ അടുത്ത് അതിൽ ലൈൻസ് കൂടി ഇട്ട് തരാൻ പറയാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ വരുമ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഞാൻ ഇത് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു പരന്ന പ്ലേറ്റാണ് യൂസ് ചെയ്യുക. എനിക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള പ്ലേറ്റിൽ മാരിനേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് ഞാൻ ആകെ 3 സ്പൈസസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ചില്ലി, ടേമറിക്, പെപ്പർ ആൻഡ് ദെൻ ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നല്ല പോലെ മാരിനേറ്റ് ചെയ്യണം. ഇൻ ആൻഡ് ഔട്ട് ആ ലൈൻസിലും പിന്നെ മീനിൻ്റെ ഉള്ളിലും എല്ലായിടത്തും നമ്മൾ നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് വലിയ ഫിഷാണ് നമ്മൾ വാങ്ങിയത്, അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് വാങ്ങിയത് കേട്ടോ. ചെറിയ മത്തി കിട്ടുവാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ബോളിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഈ മീൻകുട്ടന്മാരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വിടാം. ഒരു 15 to 30 മിനിറ്റ്സ് വരെ നമുക്ക് ഇവരെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം ഒരു 10-30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ പാൻ വെച്ചിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക. ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വെച്ച് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുക ഒരു ബെഡ് പോലെ നമ്മൾ കറി ലീവ്സ് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി ലീവ്സാണ് കേട്ടോ. ഇത് ഞാനൊരു സിപ്പ് ലോക്കിലാക്കി കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ ഇതിലേക്ക് പെറുക്കി വയ്ക്കാം. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഏറെക്കുറെ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും കൂടി നന്നായിട്ട് വേവിക്കാം. ഇനി നമുക്ക് കുറച്ച് ഭംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈസ് ഓഫ് സവാള നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് ചുമ്മാ അതിൻ്റെ മുകളിലേക്കൂടെ വിതറിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫിഷെല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നല്ല സ്റ്റൈലായില്ല കാണാൻ. അപ്പോൾ അതാണ് നമ്മുടെ മീൻ വറുത്തത്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ.